ഹായ്, ഇന്ന് നമ്മൾ ബെഡ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ബെഡ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് എന്ത് മീഡിയത്തിക്കാണെന്ന് ആ സാധനമാണ് ബെഡ്. അപ്പം അത് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണത്. അത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് പറയാൻ പറ്റുക. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം, അതായത് പെല്ലറ്റ്, മഷ് പെല്ലറ്റ്. ഈ മഷ് പെല്ലറ്റിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ to 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് ചൂടാറാൻ വെച്ചതിന് ശേഷമുള്ള അതിലേക്ക് വിത്തിടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മളൊരു 51 മൈക്രോണിൻ്റെ വരുന്ന ഒരു കവറാണ്, PP കവറാണ് യൂസ് ചെയ്യുക. കാരണം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാലും ഇതൊന്നും ആവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കവർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 10-16 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ. അപ്പം ഇത് നമ്മളൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഷെഡിൽ ഉറിയിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിലേക്കാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് പെല്ലറ്റിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ വെള്ളം നല്ല തിളച്ച് നിൽക്കുകയാണ്. അത് നമുക്ക് കവറിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ കവറിലേക്ക് 1 കിലോ മഷ് പെല്ലറ്റ്, അതിലേക്ക് 1 ലിറ്റർ തിളച്ച വെള്ളം, അങ്ങനെ ഒരു അനുപാതത്തിലാണ് നിറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 കിലോ മഷ് പെല്ലറ്റ് ആദ്യം അളന്നെടുക്കുക. ഇതിൽ നമ്മൾ കറക്റ്റ് 1 കിലോ തന്നെ എടുക്കണം, കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, 1 കിലോ മഷ് പെല്ലറ്റാണ് നമ്മൾ എടുത്തത്. അപ്പം അങ്ങനെ എത്ര ബെഡാണോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ 8 ബെഡാവും, 10 ബെഡാവും, 12 ബെഡാവും, 6 ബെഡാവും. അപ്പോൾ എത്ര ബെഡാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്രയും ഓരോ കവറിൽ ഓരോരോ കിലോ വീതം തയ്യാറാക്കി വയ്ക്കാം. ഓക്കെ, നമ്മൾ ഈ 1 കിലോഗ്രാം അളന്ന് വെച്ച പെല്ലറ്റിലേക്ക് ഒരു 10 ഗ്രാം കാൽസ്യം കാർബണേറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് എന്തിനാ ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഓരോ വെള്ളത്തിനും ഓരോ pH ലെവൽ ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മഷ്റൂം വളരാൻ വേണ്ടിയിട്ട് ഒരു 8+, അതായത് 8-ൽ കൂടുതൽ pH ലെവൽ വെള്ളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 10 ഗ്രാം വീതം ഓരോ ബെഡിലേക്കും ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ഡയറക്റ്റ് നമ്മൾ കവറിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറ്. വേറെ മെത്തേഡ് ഉണ്ട്, അതായത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് കാൽസ്യം കാർബണേറ്റ് ഇട്ട് ആ വെള്ളം ഇളക്കി അത് ഒഴിക്കണം, അങ്ങനത്തെ മെത്തേഡും ഉണ്ട്. ഞാൻ അപ്പോൾ ഇങ്ങനെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു പെല്ലറ്റ്. അപ്പോൾ ഞാൻ കാൽസ്യം കാർബണേറ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കേണ്ടത്. ഓക്കെ, 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ കവറിലേക്ക് ഒഴിക്കേണ്ടത്. അതായത് 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ വെള്ളം. ഓക്കെ, അങ്ങനെ നമ്മൾ 1.5 ലിറ്റർ വെള്ളം ഈ ഒരു കവറിലേക്ക് ഒഴിച്ചു. ഇത് നമ്മളിത് നല്ലോണം എയർ ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ ബെഡ് മേക്കിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. ഇത് നല്ല ചൂടാണ്, തിളച്ച വെള്ളം വെച്ചുള്ളൂ. അപ്പോൾ ഇത് ചൂടാറാൻ വെക്കണം. ഇതൊരു
8 മണിക്കൂർ ടു 12 മണിക്കൂർ നല്ലോണം ചൂടാറണം. ചൂടാറാതെ അതിൽ വിത്തിട്ട് കഴിഞ്ഞാൽ വിത്ത് കേടരും, ബെഡ് കേടരും. ഓക്കെ, അപ്പം നമുക്കിത് നല്ല ചൂടാറാം. ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എടുത്ത് വെക്കാം. അപ്പൊ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു വെച്ച ഈ പെല്ലറ്റിനെ, അതായത് ഈ പെല്ലറ്റ് കവറിനെ ചൂടാറാൻ വെക്കണം. ഒരു 12 മണിക്കൂർ എങ്കിലും, 10-12 മണിക്കൂറെങ്കിലും ചൂടാറാൻ വെച്ചാൽ ഇത് നന്നായി തണുക്കുള്ളൂ. തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് വിത്തിടുക. അപ്പൊ വിത്തിടേണ്ടത് നമ്മൾ ഇത് തണുത്തതിന് ശേഷം കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് ചൂടാറാൻ വെക്കാം.